ഹലോ, ഞാൻ ആതിര. എല്ലാവർക്കും ലൈഫ് ആൻഡ് മെക്കൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ കൃഷി ചെയ്യുമ്പോൾ ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് നമ്മുടെ കുമ്മായം എന്ന് പറയുന്നത്. നമ്മൾ മണ്ണിനെ ട്രീറ്റ് ചെയ്യുന്ന നമ്മൾ കുമ്മായിട്ട് ട്രീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഏതൊരു കൃഷിക്കും നമ്മൾ മണ്ണിനെ തയ്യാറാക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ കുമ്മായത്തിന് പകരക്കാരെന്ന് പറയുന്നത് നമ്മുടെ വീട്ടുമുറ്റത്തുള്ള നമ്മുടെ വേപ്പ് ചെടിയാണ്. അപ്പോൾ നമ്മൾ കുറഞ്ഞത് 2 ചെടിയെങ്കിലും എല്ലാവരും നമ്മുടെ വീടുകളിൽ നട്ട് വളർത്തുക കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വേപ്പിൻ്റെ കുമ്മായം എങ്ങനെ പകരക്കാരനാവുന്നു പറയുന്നതിന് മുന്നേ തന്നെ നമ്മുടെ വേപ്പിൻ്റെ പല ഗുണങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. പല പല ഗുണങ്ങളുള്ള ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ഈ വേപ്പിൻ്റെ ചെടി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നട്ട് വളർത്തുമ്പോൾ പലരും വീടുകളിൽ പല ചെടികളും നട്ട് വളർത്തുമ്പോൾ വാസ്തുപ്രകാരമൊക്കെ ചിലർ നോക്കാറുണ്ട് നടുന്ന ഡയറക്ഷനൊക്കെ. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നോർത്ത് വെസ്റ്റ് ഭാഗത്താണ് നമ്മൾ ഈ നമ്മുടെ വേപ്പിൻ്റെ ചെടി നടാറുള്ളത്. അപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ബെഡ്റൂം, നമ്മുടെ വീടിൻ്റെ അകത്തേക്ക് നല്ല രീതിയിൽ ഇതിൻ്റെ കാറ്റടിച്ച് കയറുന്ന രീതിയിൽ നമ്മൾ നട്ട് വളർത്തുക കേട്ടോ. അപ്പോൾ അതിൻ്റെ പ്രധാന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരുപാട് മെഡിസിനൽ വാല്യൂ ഉള്ളൊരു പ്ലാന്റ് ആണ് നമ്മുടെ ഈ വേപ്പ് എന്ന് പറയുന്നത്, നീം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കാറ്റിലും അതിനകത്തുനിന്ന് കിട്ടുന്ന ആ ഒരു കാറ്റിനകത്തും എല്ലാം തന്നെ ഒരു പോസിറ്റീവ് വൈബ് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ചൂടിനെ കൺട്രോൾ ചെയ്യാനായിട്ട് വളരെയധികം ഹെൽപ്ഫുള്ളാണ് നമ്മുടെ ഈ വേപ്പിൻ്റെ ചെടി എന്ന് പറയുന്നത്. നമുക്ക് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോയവർക്കും കണ്ടവർക്കും ഒക്കെ അറിയായിരിക്കും. നമ്മളവിടെ ഒരുപാട് നമ്മൾ കാണാറുണ്ട് നമ്മുടെ ഈ വേപ്പിൻ്റെ ചെടി ഒരുപാട് നട്ട് വളർത്തിയേക്കുന്നത് കാണാറുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ബുഷിയായിട്ട് നല്ല ഒരുപാട് ലീവ്സായിട്ട് വളർന്നു വരുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ഈ വേപ്പ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചൂടിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. നല്ലൊരു തണൽ നൽകാനും അതുപോലെ തന്നെ ഒരു കൂൾ എഫക്റ്റൊക്കെ നൽകാനും നമ്മുടെ ഈ വേപ്പ് സഹായിക്കുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ പൊല്യൂഷനെ കൺട്രോൾ ചെയ്യാനും നമ്മുടെ ഈ വേപ്പ് ഹെൽപ്ഫുൾ ആവുന്നുണ്ട് കേട്ടോ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ബുഷിയായിട്ട് വളരുന്ന പ്ലാന്റാന്ന് പറഞ്ഞു, ധാരാളം ലീവ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമുക്കറിയാം നമ്മുടെ ചെടികൾ കാർബൺ ഡൈ ഓക്സൈഡിനെ വലിച്ചെടുത്തിട്ട് ഓക്സിജൻ പുറത്തേക്ക് വിടുകയാണ് ചെയ്യുന്നത്. നമ്മൾ ആ ഓക്സിജനാണ് നമ്മുടെ ശ്വാസോച്ഛ്വാസത്തിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വേപ്പെന്ന് പറയുമ്പം ഒരുപാട് ഇലകൾ തങ്ങി നിരുങ്ങി വളർന്നു വരുന്ന ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് അത്രത്തോളം നമുക്ക് നല്ല പ്യുവറായിട്ടുള്ള നമുക്ക് ഓക്സിജൻ നമുക്ക് കിട്ടും, നല്ല രീതിയിൽ ഓക്സിജൻ കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ ഈ വേപ്പ് ഇത്രത്തോളം മഹത്വരമായിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ടി വികളിൽ പരസ്യങ്ങളിലൊക്കെ കാണുമ്പോഴറിയാം പല പ്രോഡക്ട്സിനകത്തും നമ്മുടെ ഈ വേപ്പിൻ്റെ ഒരു പ്രസൻസ് വരുന്നുണ്ട്. നമ്മൾ ഹാൻഡ് വാഷ്, സോപ്പ്, ഏതൊരു സാധനത്തിനകത്തും നമ്മൾ ഈ നീമിൻ്റെ ഒരു പ്രസൻസ് നമുക്ക് കാണാനുണ്ട്. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ കൃഷി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ജൈവ രീതിയിൽ യൂസ് ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ ഈ വേപ്പെണ്ണയും അതുപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്കും. ഇത് രണ്ടും നമ്മുടെ വേപ്പിൻ ചെടിയിൽ നിന്ന് വരുന്ന സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുമ്മായത്തിന് പകരക്കാരനാണ് നമ്മുടെ വേപ്പെന്ന് പറഞ്ഞതല്ലേ. അപ്പോൾ വേപ്പിൻ്റെ ഇലയാണ് കേട്ടോ നമ്മൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ pH വാല്യൂ എന്ന് പറയുന്നത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ വേപ്പിലയുടെ pH വാല്യൂ എന്ന് പറയുന്നത് 8 മേലെയാണ്. അതുപോലെ തന്നെ കുമ്മായത്തിൻ്റെ pH വാല്യൂ എന്ന് പറയുന്നത് 11 മേലെയും. നമ്മുടെ pH വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ നോക്കുന്നതെന്ന് വെച്ചാൽ 1 മുതൽ 14 വരെ ആ ഒരു നമ്പറാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ 7 എന്ന് പറയുന്ന നമ്പറാണ് ഒരു ന്യൂട്രൽ നമ്പർ. അപ്പോൾ നമുക്ക് 7ന് താഴെയാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 6നും 7നും ഇടയിലുള്ള ഒരു വാല്യൂ ആണ് നമുക്ക് പച്ചക്കറികൾ കൃഷി ചെയ്യാനോ അത്യാവശ്യം നമ്മുടെ പറമ്പിലുള്ള കൃഷികൾക്കും ഒക്കെ വേണ്ടതെന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാണ് വേണ്ടത്. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ ഇടയ്ക്കൊന്ന് മണ്ണ് ടെസ്റ്റ് ചെയ്തിട്ട് അത് നമുക്ക് കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ടാൽ അതിൻ്റെ കറക്റ്റ് കാര്യങ്ങൾ അറിയാം കേട്ടോ. അപ്പോൾ മണ്ണ് ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ pH വാല്യൂ ഒക്കെ നോക്കിയാണ് നമ്മൾ കൃഷി ചെയ്യാറുള്ളത്. പലരും ഒരുപാട് മഴ, നല്ല രീതിയിൽ തന്നെ നമുക്ക് കേരളത്തിൽ മഴ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ മഴ കിട്ടുമ്പോൾ നമ്മുടെ ഈ pH വാല്യൂ കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ pH വാല്യൂ കുറയുക എന്ന് പറയുമ്പോൾ അസിഡിക് ലെവൽ കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അസിഡിക് ലെവൽ കൂടിയ മണ്ണിൽ നമ്മൾ എന്ത് കൃഷി ചെയ്തിട്ടും നമുക്ക് അതിൻ്റെ നല്ല റിസൾട്ട് കിട്ടണമെന്നില്ല. pH ലെവലിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട്, pH ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വേപ്പില ഇടുന്നതെന്ന് പറയും, വേപ്പിൻ്റെ ഇല ഇടുന്നതെന്ന് പറയുന്നത് നമ്മൾ പൊതയിടുകയാണ് ചെയ്യാറുള്ളത് കേട്ടോ. മറ്റൊന്നും രീതിയിലല്ല, നമ്മൾ പൊതയിടുകയാണ് ചെയ്യാറ്. അപ്പോൾ നമ്മൾ കൂടുതലും തെങ്ങ് കൃഷിക്കൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ കുമ്മായി യൂസ് ചെയ്യാറുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, തെങ്ങിനൊരു സമയമാകുമ്പോൾ തടം തുറന്ന് കുമ്മായൊക്കെ ഇട്ട് കൊടുക്കുന്ന നമുക്കറിയാം. അപ്പം ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഈ വേപ്പില അതൊരു വളമായിട്ടും പച്ചില വളമായിട്ടും യൂസ് ആവും. അതുപോലെ നമ്മുടെ pH വാല്യൂവിനെ കൺട്രോൾ ചെയ്യാനുള്ള കപ്പാസിറ്റി നമ്മുടെ ഈ ലീവ്സിന് ഉള്ളത് കൊണ്ടാണ് കേട്ടോ. ഈ കുമ്മായത്തിന് പകരം നമുക്ക് ചാരം നമുക്ക് യൂസ് ചെയ്യാം. ഇതേ രീതിയിൽ നമുക്ക് ചാരം ഉപയോഗിക്കാം. പണ്ടുള്ള കൃഷിക്കാരെല്ലാം യൂസ് ചെയ്തുകൊണ്ടിരുന്നതും ഈ ചാരം
തന്നെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ അത് യൂസ് ചെയ്യാത്തതും അതിൻ്റെയും ലഭ്യത കുറവുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മെയിനായിട്ട് നമ്മളെ വീട്ടുമുറ്റത്ത് ഈ ഒരു 2 മരം നട്ട് വളർത്തുകയാണെങ്കിൽ കുറഞ്ഞ നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന്, നമ്മുടെ വീട്ടിലെ പച്ചക്കറി തോട്ടങ്ങളിലെല്ലാം തന്നെ നമുക്കത് യൂസ് ചെയ്യാം. കുറച്ചെങ്കിലും നമുക്ക് നമ്മുടെ ആ രീതിയിൽ യൂസ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം ഇത് മാത്രമല്ല കേട്ടോ, ഒരുപാട് ഗുണങ്ങൾ നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റില്ല, അത്രത്തോളം ഗുണങ്ങളാണ് നമ്മുടെ ഈ വേപ്പിലൊക്കെ ഉള്ളത്. അപ്പോൾ എല്ലാം ഞാൻ ഇതിനകത്തൂടെ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ.